വേൾഡ് കപ്പിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ കഴിഞ്ഞു. ഇനി കൂടുതൽ സീരിയസ് ആയ മത്സരങ്ങളിലേക്ക്, ക്വാർട്ടർ മത്സരങ്ങളിലേക്ക് കടക്കുകയാണ്. ശക്തരായ ടീമുകളാണ് എല്ലാം ഉള്ളത്. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ഇറഞ്ഞാലിലെ അത്ലറ്റോ ടർഫിലാണ്. ഇവിടെ കുറേ പേര് ദിവസവും ഇവിടെ ഫുട്ബോൾ കളിക്കാൻ വരുന്ന കുറേ യുവാക്കൾ ഇവിടെയുണ്ട്. ഇപ്പോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ശക്തരായ ടീമുകളുടെ പോരാട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. ഇനിയിപ്പോൾ ക്വാർട്ടർ മത്സരങ്ങൾ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ തുടങ്ങാൻ പോകുന്നു. എങ്ങനെ കാണുന്നു ഇനിയുള്ള ഒരു നാളുകളിലെ പോരാട്ടത്തെ, ഈ ഒരു 8 ടീമുകൾ തമ്മിലുള്ള മത്സരങ്ങളെ എങ്ങനെ കാണുന്നു? ഇപ്പോൾ കഴിഞ്ഞ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള മത്സരങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി എൻഗേജഡ് ആയിരിക്കും വിചാരിക്കുന്നു. നല്ല മത്സരങ്ങൾ കാണാൻ പറ്റട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന അർജൻറ്റീനയുടെ ഒരു മത്സരമൊക്കെ വലിയ തോതിൽ തർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പോർച്ചുഗൽ, അതേപോലെ തന്നെ ബ്രസീൽ ഒക്കെ പുറത്തായി പോയി. അതിൻ്റേതായ ഒരു ആവേശക്കുറവുണ്ടായിട്ടുണ്ടോ മത്സരങ്ങളിൽ? ഇനിയിപ്പം ഈ ആരാധകർക്കിടയിൽ അതൊരു ആവേശം കുറച്ചിട്ടുണ്ടോ? ഫാൻസിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? പക്ഷേ ശരിയായിട്ടുള്ള നല്ല ഫുട്ബോൾ ആരാധകർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മത്സരങ്ങളെല്ലാം കടുത്തായിരുന്നു. നല്ല റിസൾട്ടുകളാണ് ഉണ്ടായിട്ടുള്ളത്. നല്ല കുറേ മൊമെൻറ്റ്സുകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, ഇപ്പോൾ മെസ്സിനെ കുറിച്ച് അർജൻറ്റീനയുടെ ഫാൻസിനാണെങ്കിലും ബാക്കിയുള്ളവർക്കാണെങ്കിലും ഓർത്ത് വയ്ക്കാവുന്ന ഒരുപാട് മൊമെൻറ്റ്സുകളും ഒരുപാട് നല്ല കളികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മോശം കളിയാവാനായിട്ട് സാധ്യതയില്ല. ഇനിയും കൂടുതൽ കടുക്കാൻ സാധ്യതയുള്ളൂ. ഇപ്പം നമുക്ക് ഇനിയിപ്പോൾ ഈ ഗോൾഡൻ ബൂട്ടിൻ്റെ ഒരു ഇതിലേക്ക് ആലോചിക്കുകയാണെങ്കിൽ, പേരുകൾ നിൽക്കുന്ന എംബാപ്പയുണ്ട്, മെസ്സിയുണ്ട്. മെസ്സി ഇപ്പം മുന്നോട്ട് നിൽക്കുന്നു. എംബാപ്പെ തൊട്ട് പുറകിലുണ്ട്, ഹാളണ്ടുണ്ട്. ആരിലേക്കായിരിക്കും നിങ്ങളുടെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? ഞങ്ങൾ അർജൻറ്റീന ഫാൻസ് ആയതുകൊണ്ട് തന്നെ മെസ്സിക്കാണ് പ്രതീക്ഷ എന്നാണ് വിശ്വാസം. പിന്നെ ഹാളണ്ട്, എംബാപ്പയൊക്കെ അറിയാമല്ലോ, എല്ലാവരും ഭയങ്കര കളി തന്നെയാണ്. മെസ്സി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ഇന്നലത്തെ മത്സരങ്ങളിലുള്ള കുറേ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വിഷയങ്ങളും തർക്കങ്ങളൊക്കെ നടക്കുന്നത്, എങ്ങനെയാണ് അതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇല്ല, അത് ആവശ്യമില്ലാത്തൊരു വിവാദമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത് പ്രോപ്പർ കറക്റ്റ് കളി തന്നെയായിരുന്നു. അതിനകത്ത് ഇത്ര വിവാദം ഉണ്ടാക്കേണ്ട ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അർജൻറ്റീന ഫാൻ ആയതുകൊണ്ടും അത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്. എനിക്ക് തോന്നുന്നില്ല അത്ര ഒരു വിവാദ വിഷയം ഉണ്ടായിട്ടുണ്ടെന്ന്. അത് ഒരു കറക്റ്റായിട്ടുള്ള കളിയിലായിട്ട് പോയിട്ടെന്നാണ് എനിക്ക് എൻ്റെ ഒരു തോന്നൽ. ഇനിയിപ്പോൾ ഫ്രാൻസ് മൊറോക്കോ മത്സരങ്ങളൊക്കെ നടക്കാൻ പോകുന്നു. അപ്പം അതിലൊക്കെ ഒരു ഈ ക്വാർട്ടർ മത്സരങ്ങളിൽ ആരൊക്കെ കടന്നു വരുമെന്നാണ്, സെമിയിലേക്ക് ആരൊക്കെ കടന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇതിപ്പം അർജൻറ്റീന എന്തായാലും എത്തുമെന്നൊരു പ്രതീക്ഷയുണ്ട്. കാരണം അർജൻറ്റീന ഫാനാണ്. പിന്നെ ഇനിയിപ്പം ബാക്കിയുള്ള ഈ ക്വാർട്ടർ ഫൈനൽസിൽ വരുന്ന എല്ലാ ടീമുകളും ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ഡിസർവിങ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എല്ലാവരും കാര്യം നമ്മൾ പ്രതീക്ഷിച്ച ലൈനപ്പ് അല്ല വന്നിട്ടുള്ളത്. കാരണം പലതും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ടീമുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ അവരൊക്കെ ഡിസർവിങ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ബാക്കി പുറത്തു പോയവരൊക്കെ മോശമായിരുന്നു എന്നല്ല, എന്നാലും ഇപ്പോൾ കളിച്ച് വന്നവരൊക്കെ ഡിസർവിങ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അവർ ഇനി കളിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ പോട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ 2022 വേൾഡ് കപ്പൊക്കെ വെച്ച് നോക്കി ഇപ്പോഴത്തെ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഭയങ്കര ടെക്നിക്കലായി മാറിയോ കളികളൊക്കെ? ആവേശം അങ്ങേയറ്റമാണ്. മുൻകാലങ്ങളിലേക്ക് ആവേശം കൂടിയിട്ടുണ്ട്. പക്ഷേ ടീമുകളൊക്കെ കുറേ കൂടി ഇപ്പോൾ മത്സരങ്ങൾ കാണുമ്പോൾ, ഇപ്പോൾ പല ടീമുകളുടെ ഈ പറഞ്ഞ പോലെ കോപ്പർദേ ആട്ടെ, അങ്ങനെ പല ടീമുകളുടെ മത്സരം കാണുമ്പോൾ ഇത് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ടെക്നിക്കലി വളരെ ഇമ്പ്രൂവ്ഡ് ആയുള്ള മത്സരങ്ങളായിട്ടാണോ തോന്നിയത്? ഇല്ല, പക്ഷേ അതെല്ലാം മിസ്യൂസ് ആക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ വാർ കൊണ്ടുവന്നിട്ട് പോലും ഓരോ റഫറിങ്ങിൻ്റെ ഓരോ മിസ്റ്റേക്സാണ് പല മത്സരങ്ങളും നിയന്ത്രിക്കുന്നത് തന്നെ. എനിക്കെങ്ങനെയാണ് തോന്നിയത് ഇന്നലത്തെ മത്സരം? ആക്ച്വലി അത് ഈജിപ്റ്റ് തന്നെയായിരുന്നു ജയിക്കേണ്ടത്. 3-2 എന്നുള്ള കറക്റ്റ് തിരിഞ്ഞു വരണ്ടായിരുന്നു. അത് തിരിഞ്ഞു പോയത് ആ ഒരു ഗോള് ക്യാൻസൽ ചെയ്തതിലുള്ള പ്രശ്നങ്ങളൊക്കെ അർജൻറ്റീനയുടെ, അതെ അതെ ഈജിപ്തിൻ്റെ. അതെ അങ്ങനെ ചില പ്രശ്നങ്ങൾ അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. റെഫറിങ്ങിലുള്ള വിഷയങ്ങളെന്നൊക്കെ എന്ന് പറഞ്ഞ് പല പല പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഏതായാലും ഇനി ഫൈനലിലേക്ക് വരുമ്പോഴേക്കും ഫൈനൽ മത്സരത്തിൽ ആരൊക്കെ തമ്മിൽ മത്സരത്തിലുണ്ടാകുമെന്ന് അവർ കരുതുന്നത്? ഫ്രാൻസാണ് എൻ്റെ ഇപ്പോഴത്തെ ടീം. അപ്പോൾ ഫ്രാൻസ് എന്തായാലും ഉണ്ടാവും. അർജൻറ്റീന ഈ ഒരു കളി വെച്ചിട്ട് എനിക്ക് വിശ്വാസമില്ല ഫൈനലിലേക്ക് ഉണ്ടാവും എന്നുള്ളത്. ബാക്കിയുള്ള കളികൾ കണ്ടു കഴിയുമ്പോൾ അറിയാം ഇനി ബാക്കിയുള്ള ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത്. ഫ്രാൻസ് ഒരു ടീം എന്തായാലും ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കണേ. ഈ അവസാന നിമിഷത്തിലെ ഈ അർജൻറ്റീനയുടെ ഒരു 15 മിനിറ്റിനുള്ളിൽ 3 ഗോളൊക്കെ, അതിനൊക്കെ എങ്ങനെ കാണും? അത് വളരെ നല്ലൊരു കംബാക്ക് ആയിരുന്നു അവർ വന്നത്. കുറച്ച് ഈ പറഞ്ഞ പോലെ കുറേ എല്ലാ റഫറിങ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ആ രണ്ടാമത്തെ ഗോൾ ഡിസോലോ ചെയ്തത് അത് ഞാൻ വിശ്വസിക്കും. അതിന് മാത്രമുള്ള ഫൗളായിട്ട് എനിക്ക് തോന്നിയില്ല. അതൊരു സാധാരണ ഒരു ടാക്കിളായിരുന്നു. അത് ഭയങ്കര ഒരു ഫൗളായിട്ട് തോന്നിയില്ല. പക്ഷേ മൂന്നാമത്തെ ഗോൾ അടിക്കുന്നതിന് മുമ്പുള്ള സലയുടെ ആ ഫൗള് അതൊരു ഫൗളായിട്ടും അത് ഫൗളല്ല. അത് അങ്ങനെ തന്നെ വിശ്വസിക്കണം ഞാനും. പക്ഷേ ചെറിയ ചെറിയ ഫൗളുകൾക്ക് പോലും മഞ്ഞക്കാർഡ് കൊടുക്കുന്നൊരു അവസരമൊക്കെ ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില ഫൗളുകൾ റഫറി കാണുന്നെ ചെയ്തില്ല. കിക്ക് എടുക്കാനുള്ള ഫൗളുകൾ പോലും അങ്ങനെയുള്ള ഫൗളുകൾ കാണാതെ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ചില എലമെൻറ്റ്സ് അർജൻറ്റീനയ്ക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിൽ പോലും അവർ വന്നിട്ടുള്ള കംബാക്ക് വളരെ മികച്ചൊരു കംബാക്കായിരുന്നു. അത് മെസ്സിയുടെ മുന്നേറ്റത്തിൽ
അവർ നടത്തിയ പ്രകടനം വളരെ വലുതായിരുന്നു. ഇപ്പോൾ ഈ അവസാനം ഈ ഗോൾഡൻ ബൂട്ട് ആര് കൊണ്ടുപോകും? മെസ്സി കൊണ്ടുപോകുമോ, എംബാപ്പെ കൊണ്ടുപോകുമോ, ഹാളണ്ട് കൊണ്ടുപോകുമോ? ഇവരൊക്കെയാണ് ഇപ്പം മുന്നിട്ട് നിൽക്കുന്നത്. അത് എംബാപ്പ കൊണ്ടുപോകാനാണ് സാധ്യത. മെസ്സി പറയാൻ പറ്റില്ല. മെസ്സിയുടെ ഈ ഒരു അടുത്ത കാലത്ത് നടത്തിയ പ്രകടനങ്ങൾ വെച്ച് നോക്കുമ്പോൾ എംബാപ്പയ്ക്കും മെസ്സിക്കും ഒരുപാട് ചാൻസ് ഉണ്ട്. ഒരു നല്ല മത്സരം ഉണ്ടാവട്ടെ, കാണട്ടെ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കണത്. പക്ഷേ ഫൈനലിലേക്ക് വന്നാലല്ലേ മെസ്സിക്കും അത് കിട്ടുള്ളൂ. അപ്പോൾ ഫൈനലിൽ എന്തായാലും ഫ്രാൻസ് ഉണ്ടാവും ഞാൻ വിശ്വസിക്കണേ. അപ്പോൾ അത് എംബാപ്പയ്ക്കാണ് കൂടുതൽ ചാൻസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫൈനലിലേക്ക് ഏതായാലും ഫ്രാൻസും ഒരുപക്ഷെ അർജൻറ്റീനയൊക്കെ വരുമെന്ന പലതരത്തിലുള്ള പ്രതീക്ഷകൾ ആണ് ഈ യുവാക്കളൊക്കെ പങ്കുവെക്കുന്നത്, അല്ലെങ്കിൽ ഫുട്ബോൾ ആരാധകരൊക്കെ പങ്കുവെക്കുന്നത്. തീർച്ചയായും ബ്രസീലും അതേപോലെ തന്നെ പോർച്ചുഗലുമൊക്കെ പുറത്തായി പോയത്, പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ അവരൊക്കെ പുറത്തായി പോയതിൻ്റെ ഒരു നിരാശ തീർച്ചയായും മത്സരങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിലടക്കം അതിൻ്റേതായ ഒരു പ്രതിഫലനം നമുക്ക് കാണാനുമാകും. ഏതായാലും വരും ദിവസങ്ങൾ കൂടുതൽ ശക്തരായ ടീമുകൾ കൂടുതൽ ശക്തമായ പ്രകടനങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ ആരാധകർക്ക് ഇനി കാത്തിരിക്കാനുള്ളത് വളരെ നിർണായകമായ ദിവസങ്ങളാണ്, നിർണായകമായ മത്സരങ്ങളാണ്. കോട്ടയം ഇറഞ്ഞാലിൽ നിന്നും ക്യാമറമാൻ ജിത്തുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്.